Hey guys, welcome back to my channel. അപ്പം ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു കിടിലം സിനിമ കണ്ടു. ജസ്റ്റ് ഡയറക്റ്റഡ് ബൈ എസ് ജയകുമാർ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് നല്ല ആസ്വദിച്ച് കണ്ട ഒരു സിനിമയാണ്. ഇറ്റ്സ് റിട്ടേൺ ബൈ എസ് ജയകുമാർ ആൻഡ് തമിഴ് പ്രഭ. ഇവർ രണ്ടുമാണ് ഇതിൻ്റെ കഥ എഴുതിയത്. പിന്നെ മെയിൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ PA രഞ്ജിത്ത്. അതിൻ്റെ ഒരു സിഗ്നേച്ചർ കൊണ്ട് മാത്രമാണ് ഈ പടം കാണാൻ പോയത്. പക്ഷേ വേർത്ത് ഇറ്റ്, 100% പടം വേർത്ത് ഇറ്റ് ആയിരുന്നു. ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശോക് സെൽവൻ, പിന്നെ ശാന്തനു, പിന്നെ കീർത്തി. ഇവർ രണ്ടുപേരും, ഈ അശോകും പിന്നെ ശാന്തനുവും കിഡിലം പെർഫോമൻസ് ആയിരുന്നു. അയ്യോ, ഒരു ഈക്വൽ ടു ഈക്വൽ ഇതായിരുന്നെങ്കിൽ പോലും പക്ഷേ ഫ്രണ്ടിൽ നിന്നത് അശോക് സെൽവൻ തന്നെയാണ്, എടുത്തു പറയും. പിന്നെ എടുത്തു പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതിനകത്ത് മെയിൻ ഈ കുറേ നടിമാർ ചുമ്മാ ഷോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നടനുള്ളപ്പോൾ നടിയും കൂടെ വേണ്ടേ എന്ന് ആഡ് ചെയ്യുന്ന ഒരു നടിയുണ്ട്. നടിയൊക്കെ ഈ മെയിൻ സിനിമയിലൊക്കെ ഉള്ളു. പക്ഷെ ഇതിലുള്ള നടീനെ എടുത്തു പറയണം. കീർത്തിയാണ് നടിയുടെ പേര്, കീർത്തി പാണ്ഡ്യൻ. ഉഗ്ര പെർഫോമൻസ് മാത്രമല്ല, ഭയങ്കര രസമായിരുന്നു. ആ ക്യാരക്ടർ വൈസ് ആയിട്ടും ഭയങ്കര രസമായിരുന്നു. ആ ഒരു ക്യാരക്ടറിൽ ഇമ്പോർട്ടൻ്റ് റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത് അവിടെ ലവ് സ്റ്റോറി പോകുന്ന ട്രാക്കും ആ പുള്ളിക്കാരുടെ ആ ഒരു ക്യാരക്ടറിലെ ഒരു ഡെപ്തും അതൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മുടെ മെയിൻ താരം ഗോവിന്ദ് വസന്താണ് BGM സ്കോർ ആൻഡ് മ്യൂസിക്. ഒരു രക്ഷയില്ല, കിട്ടില്ല. BGM സ്കോറും കിട്ടില്ല, മ്യൂസിക് ആയിരുന്നു, അടിപൊളിയായിരുന്നു. സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, എടുത്തു പറയണം. പിന്നെ ഇതിലൊരു വമ്പിച്ച വേറെ ഒരു കിടിലൻ ക്യാരക്ടർ വന്നു പോകുന്നുണ്ട്. നമ്മുടെ സജു നവോദയ എന്ന് പറഞ്ഞാൽ മിക്കവാർക്കും അറിഞ്ഞുകൂടെയായിരിക്കും. പാഷാണം ഷാജി ചേട്ടൻ അതിനകത്തുണ്ട്. ഒരു 10 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ, ഒരു സീനിലെങ്ങാണ്ടേ ഉള്ളൂ. അയ്യോ, വന്ന് തകർത്തിട്ട് പോകും. ക്യാരക്ടറിന്റെ പേര് എന്നിട്ട് ബുള്ളറ്റ് ബാബു എന്നാണ്. ഒരു രക്ഷയില്ല, ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു, കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല, അടിപൊളി. പ്ലസ് കോമഡി, പ്ലസ് സീരിയസ്, പ്ലസ് മോട്ടീവ്, ഈ മൂന്നും തന്നിട്ടാണ് ആശാൻ പോകുന്നത്. പക്ഷെ അത് ഒരു രക്ഷയില്ല, കിട്ടില്ല. അടിപൊളി റോളായിരുന്നു, അടിപൊളി റോള്. പ്ലീസ് ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഒരിക്കലും മിസ് ചെയ്യരുത്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. 100% മണി വർത്ത് ഇറ്റ് ആണ്. ജസ്റ്റ് ട്രസ്റ്റ് മീ, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. അടിപൊളി, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. അടിപൊളി സോങ്സ് ആയാലും ക്യാമറ വർക്ക് ആയാലും എഡിറ്റിംഗ് ആയാലും എല്ലാവരും ക്യാരക്ടർ പെർഫോമൻസ്, ഇമോഷണൽ. ആ ക്രിക്കറ്റൊക്കെ ഒരുപാട് കട്ട് ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് നല്ല എൻഗേജിങ് ആണ് പടം. നല്ല എൻഗേജിങ് ആയിട്ട് പോകും, ലാഗ് ഫീൽ ചെയ്തില്ല. അടിപൊളിയാണ്, ഒരു സ്മൂത്തൊരു പടം പോകും, സ്മൂത്തായിട്ട്. എല്ലാ ക്യാരക്ടേഴ്സും അശോക് സെൽവൻ്റെ അച്ഛനും അമ്മയും എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിരുന്നു. പിന്നെ മറ്റേ ഒരു പാട്ടുണ്ട്, അയ്യോ ഞാൻ വിചാരിച്ചില്ല ഞാൻ റീൽസ് നിൽക്കണേ ആക്ച്വലി ഈ പാട്ട് കാണും. മറ്റേ ഉന്തൻ കൈ സെൻറതും പൊയ്ജാടേ എന്തും എന്നൊരു പാട്ടുണ്ട്. ആക്ച്വലി അത് ഈ സിനിമയിലെ പാട്ടാണ് കേട്ടോ. ഇന്നാണ് ഞാൻ അറിയുന്നത് ഈ സിനിമയിലെ പാട്ടാണോ അതോ ഇനി വേറെ സിനിമയിൽ നിന്ന് മേടിച്ചാണോ. പക്ഷേ ഞാൻ ഈ സിനിമയിലാണ് ഈ പാട്ട് ഫുള്ള് കേൾക്കുന്നത്. ഗംഭീരമായിരുന്നു, വിഷ്വലും എല്ലാം. എനിക്ക് ആ ലവ് സ്റ്റോറി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ പുള്ളിക്കാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കിട്ടില്ല പെർഫോമൻസും ആ റോളിലും ക്യാരക്ടർ വൈസും എല്ലാത്തിലും പുള്ളിക്കാരി ഒരു സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. കിട്ടില്ല, നല്ല പടം. പ്ലീസ് ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഞാൻ വേറെ ഒന്നും പറയില്ല, വെർത്ത് ഇറ്റ് പടം. റിയലി എൻജോയ്ഡ്. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ. ബൈ.